എസ് ബി ഐ ബാങ്കിൻ്റെ എലൈറ്റ് കാർഡ് സീരീസിൽ നമുക്ക് ട്രാവൽ കാറ്റഗറിയിൽ കൂടുതൽ റിവാർഡ് പോയിന്റ്സ് തരുന്ന അല്ലെങ്കിൽ ട്രാവൽ സ്പെൻഡിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എസ് ബി ഐ കാർഡ് മൈൽസ് എലൈറ്റ് ക്രെഡിറ്റ് കാർഡാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞ കേസാണ് ഇത്. മെയിൻലി ഈ കാർഡ് ട്രാവൽ കാറ്റഗറീസിനുള്ള സ്പെൻഡിനാണ് കൂടുതൽ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ട്രാവലിംഗ് ബെനിഫിറ്റ്സും ലൗഞ്ച് ആക്സസും ഫീസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം വരുന്നത് ട്രാവൽ സ്പെൻഡാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ഈ കാർഡ് വഴി നമ്മൾ ട്രാവൽ സ്പെൻഡാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ 200 രൂപയ്ക്ക് നമുക്ക് 6 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ബാക്കി വരുന്ന നമ്മുടെ നോർമൽ സ്പെൻഡിങ്ങിനൊക്കെ നമുക്ക് ഓരോ 200 രൂപയ്ക്കും 2 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഒരു റിവാർഡ് പോയിൻറ്റ് നമുക്ക് എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു റിവാർഡ് പോയിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. എയർ മൈൽസിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു റിവാർഡ് പോയിൻറ്റ് 1 രൂപ തന്നെ വാല്യൂ വരുന്നുണ്ട്. ഇനി നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിനാണ് നമ്മൾ റിവാർഡ് പോയിൻറ്റ്സ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ റിവാർഡ് പോയിൻറ്റിന് നമുക്ക് 50 പൈസ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ കേസിൽ. നോർമലായിട്ട് വരുന്ന ഷോപ്പിങ്ങിനും അതുപോലെ തന്നെ സ്മൈൽ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ എസ് ബി ഐയുടെ ഭാഗത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ റിവാർഡ് പോയിൻറ്റ്സിനും 25 പൈസയാണ് വാല്യൂ വരുന്നത്. ഈ കാർഡിൻ്റെ ഒപ്പം നമുക്ക് വെൽക്കം വൗച്ചർ കിട്ടുന്നുണ്ട്. 5000 രൂപയുടെ വെൽക്കം വൗച്ചറാണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നമ്മൾ 60 ദിവസത്തിനുള്ളിൽ കാർഡ് എടുത്തു കഴിഞ്ഞ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ 5000 പോയിൻറ്റ്സ് കിട്ടുന്നത്. ഈ കാർഡിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഫീച്ചറാണ് ഇതിൻ്റെ ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി. നമുക്ക് 8 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർലി നമുക്ക് 6 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 8 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസിൻ്റെ കേസിൽ ക്വാർട്ടർലി നമുക്കൊരു ലിമിറ്റ് വരുന്നുണ്ട്. 2 ലൗഞ്ച് ആക്സസ് ആണ് ക്വാർട്ടർലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻ്റർനാഷണൽ കേസിലായാലും നമുക്ക് 2 എണ്ണമാണ് ക്വാർട്ടർലി യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാർഡിൻ്റെ ഒപ്പം നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 ഫ്ലൈറ്റ് ക്യാൻസലേഷനാണ് ഇയർലി നമുക്ക് ഈ ഇൻഷുറൻസ് ബെനിഫിറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അപ് ടു ഒരു 3500 രൂപ വരെയാണ് നമുക്ക് ക്യാൻസലേഷനായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. ലോസ് കാർഡ് ലയബിലിറ്റി ഈ കാർഡിൻ്റെ ഒപ്പം വരുന്നുണ്ട്. 1 ലക്ഷം രൂപയാണ് ലോസ് കാർഡ് ലയബിലിറ്റി വരുന്നത്. എയർ ആക്സിഡൻ്റ് കേസിൽ നമുക്ക് 1 കോടി രൂപ വരെ 15 ജൂലൈ വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു എസ് ബി ഐ കാർഡിൽ. ബട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയർ ആക്സിഡൻറ്റ് എന്നുള്ള കാറ്റഗറി എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഈ കാർഡിൻ്റെ ഫോറക്സ് ചാർജ് വരുന്നത് 1.99% ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാർഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമലി 3.5% ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഫോറക്സ് ചാർജ് വരിക. ഇവിടെ നമുക്ക് ഫോറക്സ് ചാർജ് കുറച്ചും കൂടി കുറവാണ് വരുന്നത്. 1% ഫ്യൂൽ സർചാർജ് വേവറും കൂടി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു മാസം നമുക്ക് 500 രൂപ വരെയാണ് ഫ്യൂൽ സർചാർജ് വേവറായിട്ട് കിട്ടുന്നത്. നമുക്ക് ഈ കാർഡിൻ്റെ ആനുവൽ ഫീസ് ആൻഡ് ജോയിനിങ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ 5000 രൂപ പ്ലസ് ടാക്സ് ആണ് നമുക്ക് ആനുവൽ ആൻഡ് ജോയിനിങ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എസ് ബി ഐ കാർഡിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ആഴ്ചയിലൊക്കെ എസ് ബി ഐ കാർഡിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.